ഭാഗവത സോപാനം എന്ന ഈ യൂട്യൂബ് ചാനലിൽ നാം സ്മരിക്കുന്നത് ഏറ്റവും ശുഭോദർക്കമായ, ഏറ്റവും ആനന്ദദായകമായ ഒരു ദേവീ രൂപത്തിനെ കുറിച്ചാണ്, ഒരു ആഘോഷത്തിനെ കുറിച്ചാണ്. ദീപാവലി ആഘോഷം രാജ്യമെമ്പാടും ദീപാവലിയുടെ ലഹരിയിലാണ് ഇപ്പോൾ. ഈ ദീപാവലി എന്താണ് ഇതിന്റെ ഐതിഹ്യം എന്ന് ആദ്യം നമുക്കൊന്ന് സ്മരിക്കാം. അധർമ്മത്തിന്റെ മൂർത്തിയായി ലോകത്തിനെ മുഴുവൻ കരയിപ്പിക്കുന്ന രാവണനായി, രാവണൻ ലോകത്തിനെ കരയിപ്പിക്കുന്നുവെന്ന അർത്ഥം. ആ രാവണൻ, അധർമ്മമൂർത്തിയായ രാവണനെ വധിക്കാനായിക്കൊണ്ട് ദശരഥന്റെയും കൗസല്യയുടെയും മകനായി പിറന്ന രാമൻ, ശ്രീരാമസ്വാമി, വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീരാമസ്വാമി ലങ്കയിൽ ചെന്ന് രാവണനെ വധിച്ച് എല്ലാ കഷ്ടതകളും സഹിച്ച് 14 കൊല്ലം വനവാസം ചെയ്ത് എല്ലാ സുഖങ്ങളെയും ത്യജിച്ചുകൊണ്ട് തന്റെ കർമ്മത്തിൽ നിരതനായിക്കൊണ്ട് ആ രാവണവധം കഴിഞ്ഞ് വിജയിയായിക്കൊണ്ട് തിരിച്ചു വന്ന് അയോധ്യയിൽ വന്ന് പട്ടാഭിഷേകങ്ങൾ കഴിഞ്ഞപ്പോൾ പട്ടാഭിഷേകത്തിന് തയ്യാറായി വന്ന രാമനെ, സീതയെയും അവിടെയുള്ള എല്ലാ സ്ത്രീരത്നങ്ങളും എല്ലാ ജനങ്ങളും കൂടി വിളക്ക് കത്തിച്ച് ദീപത്തിന്റെ ആവലി കൂട്ടം ആ വിളക്കുകൾ ഇങ്ങനെ കത്തിച്ചുകൊണ്ട് ആ ദീപപ്രഭയിൽ ഭഗവാനെ അങ്ങനെ സേവിച്ചു എന്ന് പറയുന്ന ഒരൈതിഹ്യം. രണ്ടാമത്തെ ഐതിഹ്യം വളരെ പ്രധാനമാണ്. നരകാസുരൻ എന്ന് പറയുന്ന രാജാവ്, അത് ഭഗവാന്റെ തന്നെ ഒരു പുത്രനാണ്. ഭൂമിദേവിക്ക് വരാഹത്തിലുണ്ടായ പുത്രനാണ് നരകാസുരൻ. ആ നരകാസുരനെ അക്രമം കാണിച്ച് അസുര വംശത്തിൽ ജനിച്ച അവൻ ഒരുപാട് അപകടങ്ങൾ കാണിച്ചപ്പോൾ ദേവേന്ദ്രന്റെ അപേക്ഷ പ്രകാരം ആ നരകാസുരനെ വധിക്കാൻ സത്യഭാമയോടുകൂടി കൃഷ്ണ ഭഗവാൻ ആ പ്രാഗ്യോതിഷപുരം എന്ന് പറയുന്ന നരകാസുരന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നു. നരകാസുരനെ അവിടെ വെച്ച് വധിക്കുന്നു. ഗരുഡാരൂഢനായി പോയിക്കൊണ്ട് അവിടെ ചെന്ന് സത്യഭാമയുടെ സഹായത്തോടു കൂടി നരകാസുരനെ വധിക്കുന്നു. നരകാസുരനെ വധിച്ച് ആ ഭഗവാൻ അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഭൂമിദേവി അവിടെ പ്രത്യക്ഷമാകുന്നു. ഭൂമിദേവി ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഈ നരകാസുരനെ പിടിച്ച് തടങ്കിലിട്ട 16,000 സ്ത്രീകൾ ഇവിടെ കിടക്കുന്നുണ്ട്. അവരെയൊക്കെ അവൻ അശുദ്ധിയാക്കിയിട്ടുണ്ട്. ഇനി ഇവരെ ആര് സ്വീകരിക്കും? ലോകത്തുള്ള എല്ലാവരും കുറ്റം പറയാനേ നിൽക്കൂ. അതുകൊണ്ട് ഞാൻ അങ്ങയോട് പറയുന്നു, ഇത്രയും ഭക്തന്മാരെ അങ്ങ് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഈ 16 പേരെയും ഭക്തകളായി സ്വീകരിക്കണേ എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒരു മടിയും കൂടാതെ 16,000 പേരെയും സ്വീകരിച്ചുകൊണ്ട് തന്റെ കൊട്ടാരമായ ദ്വാരകയിലേക്ക് അങ്ങോട്ട് എത്തി. 8 വിവാഹം കഴിഞ്ഞിരിക്കുന്ന കൃഷ്ണനാണ് 16,000 കന്യകളെയും കൊണ്ട്, ആ നരകാസുരൻ പിടിച്ച് അശുദ്ധമാക്കിയ 16,000 കന്യകളെയും കൊണ്ട് ദ്വാരകയിലേക്ക് എത്തിയത്. വിജയശ്രീലാളിതനായി ഈ 16,000 സ്ത്രീകളാൽ സേവിക്കപ്പെട്ടുകൊണ്ട് ഭരണം കണ്ടപ്പോൾ എല്ലാവർക്കും ആനന്ദമായി. ദ്വാരകാവാസികൾ ആനന്ദ ലഹരിയിലായി. ഇങ്ങനെ ഒരു അവതാരത്തിന്റെ കൂടെ നിൽക്കാൻ ഒരു സൗഭാഗ്യമുണ്ടായല്ലോ എന്നോർത്ത് അവിടെയുള്ള എല്ലാവരും വിളക്ക് കത്തിച്ചുകൊണ്ട് എല്ലാവരും ദൈവപ്രഭയിൽ ആ ഭഗവാനെ അങ്ങോട്ട് ആരതി ഒഴിഞ്ഞു. ഈ ദിവ്യപ്രഭയിൽ ആനന്ദ അവതാരം ഒഴിഞ്ഞുകൊണ്ട് ആ ഭഗവാനെ സ്വീകരിച്ചു എന്ന് പറയുന്ന 2 ഐതിഹ്യങ്ങൾ പ്രധാനമായിട്ടും ഇതിന്റെ ഐതിഹ്യങ്ങളാണ്. ഈ ദീപാവലി ദിവസം, അതിന്റെ തലേദിവസം തന്നെ ധനതരേസ എന്ന് പറയുന്ന ദിവസമാണ്. അന്നും മഹാലക്ഷ്മിയുടെ അവതാരങ്ങളും കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നു. ദീപാവലി ദിവസം പ്രത്യേകിച്ച് കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് വന്നിട്ട് വിളക്ക് കത്തിച്ചു വെച്ച് ആദ്യം ലളിതാ പഞ്ചരത്നം ജപിക്കുക. ശങ്കരാചാര്യ വിരചിതമായ ലളിതാ പഞ്ചരത്നം 5 സ്തോത്രങ്ങൾ കൊള്ളുന്ന പ്രാതസ്മരാമി ലളിതാമദനാരവിന്ദം ബിംബാധരം മൃദുലമൗക്തിക ശോഭിനാസം ആകർണ ദീർഘനയനം മണികുണ്ടലാഢ്യം മന്ദസ്മിതം മൃഗമതോജ്വലഭാരദേശം എന്ന് പറയുന്ന ശ്ലോകം തുടങ്ങി ആ ലളിതാപഞ്ചരത്നം എന്ന് പറയുന്ന 5 ശ്ലോകങ്ങൾ ജപിക്കുക. മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. കനകധാര, ശങ്കരാചാര്യ വിരചിതമായ ഏറ്റവും ശക്തമായ സമ്പത്തിനെ നമുക്ക് തരുന്ന ആ സുന്ദരമായ കനകധാരാസ്തവം ജപിക്കുക എന്ന് തുടങ്ങിയ ഇതൊക്കെ ചെയ്ത് വൈകുന്നേരം
എല്ലാവരും ഗ്രഹങ്ങളിൽ ധാരാളം ചിരാതുകളും വിളക്കുകളും കത്തിച്ചുകൊണ്ട് ദീപാത്തിന്റെ ആവലിയോടുകൂടി ആ ദേവിയെ ലളിതാ സഹസ്രനാമം കൊണ്ടും ലക്ഷ്മി അഷ്ടം കൊണ്ടും ആ ദേവിയെ ഒഴിഞ്ഞ് ദേവിയെ ആരാധിച്ച് കൃഷ്ണ ഭഗവാനെയും ആ വിഷ്ണു ഭഗവാനെയും ഒക്കെ ആരാധിച്ചുകൊണ്ട് ശ്രീരാമസ്വാമിയെയും ഒക്കെ ആരാധിച്ചുകൊണ്ട് ദീപാവലി പ്രകാശം നിറയട്ടെ ഈ ഭൂമിയിൽ മുഴുവൻ. ആ ദീപാവലി ദിവസം ലോകം മുഴുവൻ കാത്തു നിൽക്കുന്ന ആ ദിവസം ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച് നമ്മൾ വിഷു ചെയ്യണതിന്റെ ഇരട്ടിയാണ് വടക്കേ ഇന്ത്യയിലൊക്കെ. ആ ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച് അങ്ങനെ ആകെ പ്രഭമയമായി കഴിയുന്ന ആ ദിവസത്തിനെ, ദീപാവലി ദിവസത്തിനെ നമുക്ക് സ്മരിക്കാം. ആ എല്ലാ ഭക്തജനങ്ങളും ആ ആഘോഷത്തോടൊപ്പം തന്നെ അതിന്റെ ശക്തിയെയും മനസ്സിലാക്കിക്കൊണ്ട് ദൈവീ ശക്തി ഇല്ലെങ്കിൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്ന 3 ദേവീ രൂപങ്ങൾ നമ്മുടെ കൂടെ വേണം. അതിന് ഈ ദീപാവലി ദിവസം വേണ്ടതുപോലെ ദേവിയെ പൂജ കഴിച്ചാൽ ഇത് മുഴുവൻ നമുക്ക് കിട്ടിക്കഴിയുന്നു. ആ ദേവിയുടെ ആരാധന ശിവശക്തിയുക്തോ യതി ഭവതി ശക്രപ്രഭവിതം ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥം അകൃത പുണ്യ പ്രഭവതി.